ചർച്ചയാക്കേണ്ടത് റീലോ റിയലോ. നമുക്കൊപ്പം ശങ്കൂറ്റി ദാസ് ചേരുകയാണ് തത്സമയം. സ്വാഗതം ശങ്കൂറ്റി ദാസ്. ഇപ്പോൾ പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത് കൂരിയാട് മാത്രമല്ല. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ, അതായത് ദേശീയപാതയുടെ പണി 60-70% പൂർത്തിയായി എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പലയിടങ്ങളിൽ നിന്നായി പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതിനകത്ത് കാസർഗോഡ് ജില്ലയിൽ മാത്രം 56 ഇടങ്ങളിലാണ് ദേശീയപാതയിൽ പ്രശ്നങ്ങൾ. ശരിക്കും ആരാണ് മറുപടി പറയേണ്ടത് ഇതിന്? നോക്കൂ, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുടനീളം ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനമാണ്. സ്വാഭാവികമായിട്ട് ആ റോഡ് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം നടത്തിയിട്ടുള്ള കേന്ദ്ര സർക്കാരും NHAI തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടത്. ഞങ്ങൾ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നില്ല. ഇത് രാജ്യത്തുടനീളം നടക്കുന്ന വളരെ വിപുലമായിട്ടുള്ള നിർമ്മാണ പ്രക്രിയയാണ്. അതിൽ ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞതിന് പരിഹാരങ്ങൾ കാണുകയാണ് വേണ്ടത്. ഇവിടെ ഈ റോഡുകളൊന്നും നിർമ്മാണം പൂർത്തിയായി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ള റോഡുകളല്ല, കമ്മീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള റോഡുകളല്ല. ഇപ്പോഴും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. ആ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ചില സ്ഥലങ്ങളിലെങ്കിലും പോരായ്മകൾ തിരിച്ചറിഞ്ഞപ്പോൾ ആരാണോ അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ അടിയന്തരമായിട്ട് ലൈറ്റ്നിങ് സ്പീഡിൽ നടപടിയെടുക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു വിദഗ്ധ സമിതിയെ തന്നെ നിയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ ആകെ 91,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 2025 ഇന്ത്യയിലെ മൊത്തം നാഷണൽ ഹൈവേയുടെ വ്യാപ്തി എന്ന് പറയുന്നത് 1,46,000 കിലോമീറ്റർ ആയി മാറി. അതായത് 60% വർധനവുണ്ടായി. ഈ റോഡ് മാത്രം എടുത്തു കഴിഞ്ഞാൽ, മൊത്തം റൂട്ട് അല്ലാതെ റോഡിന്റെ പണി മാത്രം എടുത്തു കഴിഞ്ഞാൽ 1,01,000 കിലോമീറ്റർ റോഡ് കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 65 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള അത്രയും റോഡുകൾ 1947 മുതൽ 2014 വരെയുള്ള 65 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ നാഷണൽ ഹൈവേ നമ്മൾ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര മാമത്തായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ്. അങ്ങനത്തെ ഒരു നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുക്കുന്നതിന്റെ പിന്നിൽ ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്താണ്? 2014 നരേന്ദ്രമോദിയുടെ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ആധുനിക രാഷ്ട്രത്തിന് വേണ്ടതല്ല എന്നുള്ള പ്രശ്നമുണ്ട്. 27% പോപ്പുലേഷനും യുവാക്കൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന 2050 ആകുമ്പോഴേക്കും 50% ജനസംഖ്യയും അർബൻ പോപ്പുലേഷൻ ആകും എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ അവിടുത്തെ യുവാക്കളുടെ ആവശ്യത്തിനോ ജീവിത സാഹചര്യങ്ങൾക്കോ തൊഴിലവസരങ്ങൾക്കോ ഉതകുന്നതല്ല. മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഗോളതലത്തിലുള്ള പ്രകടനത്തിനെ തന്നെ പുറകോട്ടടിക്കുന്ന ഒരു സാധനമായിരുന്നു. കാരണം നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെയേറെ കൂടാനുള്ള കാരണം മോശം ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. മൊത്തം പ്രോഡക്റ്റ് കോസ്റ്റിന്റെ 14% മുതൽ 18% വരെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആണ്. റോഡ് മോശം ആയതുകൊണ്ടാണ്. അതേസമയത്ത് ചൈന പോലെയുള്ള സ്ഥലങ്ങളിൽ ലോജിസ്റ്റിക് കോസ്റ്റ് എന്ന് പറയുന്നത് 8% മാത്രമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുന്നതുകൊണ്ട് എക്സ്പോർട്ട് കുറയുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്തരം പ്രൊഡക്റ്റുകളോടും നമുക്ക് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ധാരാളം പ്രശ്നങ്ങൾ പരിഗണിച്ചിട്ടാണ് അടിയന്തര പ്രാധാന്യത്തോടു കൂടി റോഡ് നിർമ്മാണം മാത്രമല്ല മൊത്തം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പദ്ധതി നമ്മൾ ഏറ്റെടുത്ത്. സ്വാഭാവികമായിട്ടും ഒരു ഇത്രയും മാമത്തായിട്ടൊരു കൺസ്ട്രക്ഷൻ പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അതിന് സ്വാഭാവികമായി ചില സ്ഥലങ്ങളിലെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അതായത് 2014 വരെ ഇന്ത്യയിലെ റോഡ് നിർമ്മാണത്തിന്റെ വേഗം എന്ന് പറയുന്നത് ഒരു ദിവസം 11.5 കിലോമീറ്റർ റോഡാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ റോഡ് നിർമ്മാണത്തിന്റെ വേഗം എന്ന് പറയുന്നത് 34 കിലോമീറ്റർ പെർ ഡേ ആണ്. ഓരോ ദിവസവും നമ്മൾ 34 കിലോമീറ്റർ റോഡ് ഉണ്ടാക്കിയാണ്. 2022-23 കാലഘട്ടങ്ങളിൽ 37 കിലോമീറ്റർ ആയിരുന്നു, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ആയിരുന്നു. അപ്പോ 91,000 കിലോമീറ്റർ നാഷണൽ ഹൈവേ 1,46,000 ആയി. 3,52,000 കിലോമീറ്റർ ഗ്രാമീണ പാതകൾ ഉണ്ടായിരുന്നത് 7,29,000 ആയി. ഇരട്ടിയായിട്ട് ഗ്രാമീണ പാതകൾ മാറി. ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ റോഡ് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇൻലാൻഡ് വാട്ടർവേസ് എടുത്തു കഴിഞ്ഞാൽ 5 ദേശീയ ജലപാതകൾ ഉണ്ടായിരുന്നു, 111 ദേശീയ ജലപാതകളായി. തീർച്ചയായും ഞാൻ ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികളെ ചോദ്യം ചെയ്യുകയേ അല്ല ഇവിടെ ചെയ്യുന്നത്. 6,48,000 കോടിയുടെ ബൃഹത് പദ്ധതിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരു സംശയവുമില്ല. അപ്പോഴും ആ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൽ സൂക്ഷ്മത പാലിക്കുന്നില്ല എന്നുള്ളത് തന്നെയല്ലേ? കഴിഞ്ഞ ദിവസം കൂരിയാട് മനുഷ്യരവിടെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെടുന്നത് വാഹനാപകടത്തിൽ നിന്ന്. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ട് പകച്ചിരുന്നു പോയവരാണ്. അവിടെ ഒരിടത്തല്ല, അതിപ്പോ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് നമുക്ക് പറയാനാകുമോ? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഞാൻ പറഞ്ഞ കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, തൃശ്ശൂർ, മലപ്പുറം, അതായത് നമ്മൾ പണി ഏതാണ്ടൊക്കെ ആയി എന്ന് പറഞ്ഞ് അഭിമാനത്തോടെ ഇരുന്ന സംസ്ഥാന സർക്കാർ അവരുടെ വികസന പദ്ധതികളിൽ തന്നെ ഒന്നാമതായി ഇടം ചേർത്തിരുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ടാണ് അവർ വളരെയധികം ട്രോൾ ചെയ്യപ്പെടുന്നത്, റിയാസ് മിനിസ്റ്റർ അടക്കം. ആ ചർച്ചയിൽ നിന്ന് നമ്മൾ വഴിമാറ്റി വളരെ കൃത്യമായി എന്താണ് പ്രശ്നം എന്ന് ആലോചിച്ചാൽ എന്തുകൊണ്ടാണ്
ഇത്രയധികം സ്ഥലത്ത് ഈ പ്രശ്നം വരുന്നത്? ഇവിടെ ഒരു കമ്പനിയെ മാത്രമല്ലേ കരിമ്പട്ടികയിൽപ്പെടുത്തിയിട്ടുള്ളൂ? പല കമ്പനികളിലെ ഈ പ്രദേശങ്ങളിലൊക്കെ കരാർ ഏറ്റെടുത്തത്. എന്താണ് സംഭവിച്ചത് ശരിക്ക് എന്ന് അറിയേണ്ടതല്ലേ ജനങ്ങൾക്ക്? അല്ല നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ഥലത്ത് മാത്രം ഒരു കമ്പനിയെ മാത്രമല്ല കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുള്ളത്. ആരാണോ ആ റോഡ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് അവിടുത്തെ രണ്ട് കമ്പനികൾ, ഒന്ന് കേദാർ എന്ന് പറയുന്ന അതിന്റെ കൺസ്ട്രക്ഷൻ കമ്പനി, പിന്നീട് അതിന്റെ മറ്റേ കൺസൾട്ടൻസി ആയിരുന്ന HYC എന്ന് പറയുന്ന കൺസൾട്ടൻസിനെയും, ആ റോഡ് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന NHAIയുടെ ലീഡ് ഓഫീസറെയും, അതേപോലെ തന്നെ ആ സ്പോട്ടിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചീഫ് എഞ്ചിനീയറെയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സസ്പെൻഡ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട കമ്പനികളെ ഡീബാർ ചെയ്തു. മാത്രമല്ല, ഡൽഹി IITയിലുള്ള പ്രൊഫസർ GV റാവുവിന്റെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സമിതി നിയോഗിച്ചു. ആ വിദഗ്ധ സമിതി ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള റോഡ് നിർമ്മാണങ്ങൾ മുഴുവൻ, കേരളത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന 200 മീറ്റർ സ്ഥലത്തുള്ള പ്രശ്നം പറഞ്ഞിട്ട് കേരളത്തിൽ മൊത്തം റോഡ് നിർമ്മാണം നടന്നിട്ടുള്ള ഏതാണ്ട് 600 കിലോമീറ്ററിലാണ്. ശംഖു, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ കൊച്ചി മെട്രോയ്ക്കകത്ത് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അത് മെട്രോയിൽ കയറുന്ന എല്ലാവർക്കും ആ ഭീതി വരും. നമ്മുടെ ഈ റോഡിന് ഒരു പ്രശ്നമുണ്ട്, ഇപ്പോ ഭീതി ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ആളുകൾ വല്ലാത്ത അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ശ്രീമതി ലക്ഷ്മി, ഞാൻ പറയുന്നത് അങ്ങനത്തെ അരക്ഷിതാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. കുറെ കൂടി ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ ഈ കാര്യത്തെ കൈകാര്യം ചെയ്യണം. തീർച്ചയായും ഉത്തരവാദിത്വത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, കൂരിയാടത്തേത് ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ കഴിയുന്നില്ല. നമ്മുടെ മുന്നിൽ തന്നെ എത്തിയ ഉദാഹരണങ്ങൾ അനവധിയാണ്. കൂരിയാട് സംഭവം എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും നോക്കൂ, നിങ്ങൾ അതിന് പ്രൊപ്പോർഷൻ അധികമായിട്ട് നിങ്ങൾ അതിന് വല്ലാതെ ഇതാക്കുകയാണ്. നോക്കൂ, അത് ഞാൻ പറഞ്ഞല്ലോ, റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞ് അതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കമ്മീഷൻ ചെയ്ത് സർക്കാരിന് കൈമാറി കമ്പനി അതിന്റെ ബില്ല് കൊടുത്തിട്ട് പണം കൈപ്പറ്റിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അല്ല അത്. ഇപ്പോഴും ആ പ്രോജക്റ്റ് പൂർത്തീകരിച്ച് സർക്കാരിന് ആ റോഡ് കൈമാറിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ ബില്ലുകൾ ആ കമ്പനിക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. ഇപ്പോഴും ആ റോഡിന്റെ കമ്മീഷനിങ് കഴിഞ്ഞില്ല. അത് ഇപ്പോഴും നിർമ്മാണത്തിൽ നിൽക്കുന്ന റോഡാണ്. ആ നിർമ്മാണത്തിൽ നിൽക്കുന്ന റോഡിൽ നിർമ്മാണ സമയത്ത് എന്തെങ്കിലും പെശകുണ്ടായി കഴിഞ്ഞാൽ അത് പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ആ കമ്പനിക്ക് തന്നെയാണ്. സർക്കാരിന് അതിലേക്ക് എന്തെങ്കിലും എക്സ്ട്രാ ഫണ്ട് ചെലവാക്കേണ്ട ആവശ്യമില്ല. നേരത്തെ ഷാഫി പറമ്പിന്റെ പ്രതികരണത്തിൽ കേട്ടത് ജനങ്ങളുടെ നികുതിപ്പണമാണ് ചെലവാകുന്നതാണ്. ജനങ്ങളുടെ 1 രൂപ നികുതിപ്പണം പോലും ഇവിടെ ചെലവാകുന്നില്ല. ഈ പറയുന്ന എവിടേക്കാണോ പോരായ്മകളും പ്രശ്നങ്ങളും ഉള്ളത് അവിടെ എല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഏത് കമ്പനിക്കാണോ നിർമ്മാണ ഉത്തരവാദിത്തമുള്ളത് ആ കമ്പനി തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും നിലയിലുള്ള അപകടം ഉണ്ടായിട്ടില്ല, ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടില്ല, ആർക്കെങ്കിലും ഏതെങ്കിലും നിലയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡിൽ ഒരു സ്ഥലത്ത് റോഡ് തകരുന്ന വിള്ളൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ ലഘൂകരിക്കുന്നില്ല, അത് ഗൗരവമായിട്ടുള്ള പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട വിട്ട് കളയുകയല്ലല്ലോ ചെയ്തത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് പ്രതികരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തുന്നു. ആ വിദഗ്ധ സമിതി പഠിച്ച് സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്തമുള്ള 2 കമ്പനികളെ ഡീബാർ ചെയ്തിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എവിടേക്കാണോ പെശകുകളുള്ളത് ആ പെശകുകളെല്ലാം പരിഹരിക്കാൻ വേണ്ടതായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. ആവശ്യം വന്നാൽ ഘടനാപരമായിട്ടുള്ള പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ റീകൺസ്ട്രക്ഷൻ ഉൾപ്പെടെ രണ്ടാമത് കൺസ്ട്രക്ഷൻ നടത്താൻ ഉൾപ്പെടെയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ പ്രശ്നത്തെ ആരും കുറച്ച് കാണുന്നില്ല. കൂരിയാട് ഒരു ചെറിയ സ്ഥലത്തല്ലേ പ്രശ്നമുള്ളൂ, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ബാക്കി നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്. പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ പ്രശ്നം പരിഹരിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, കേരളത്തിൽ നമുക്ക് 2014 1182 കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് 1850 കിലോമീറ്റർ നാഷണൽ ഹൈവേ ഉണ്ട്. 750 കിലോമീറ്റർ റോഡ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ കുറെ ഭാഗങ്ങളിലൊക്കെ പഴയ സ്റ്റേറ്റ് ഹൈവേകൾ റീനോട്ടിഫൈ ചെയ്ത് നാഷണൽ ഹൈവേ ആക്കിയത് ഞാൻ നിഷേധിക്കുന്നില്ല. അങ്ങനെ അത് മാറ്റി നിർത്തിയാൽ പോലും ഏതാണ്ട് 400 കിലോമീറ്റർ റോഡ് കേരളത്തിൽ പുതുതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ആ റോഡുകൾ മുഴുവൻ ഈ നിലയ്ക്കുള്ള അപകടങ്ങളുള്ള, പൊട്ടി തകരാൻ സാധ്യതയുള്ള, വിള്ളലുള്ള റോഡല്ല. ഈ റോഡിൽ പോകുന്ന ആൾക്കാർ മുഴുവൻ ജീവൻ കൈപിടിച്ച് ചില വസ്തുതകൾ കൂടി നമ്മൾ കാണണം എന്ന് തോന്നുന്നു. കൂരിയാടത്തേത് ഒരു തലനാരിഴയ്ക്ക് ആളുകൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. 2023 983 പേര് ദേശീയപാതയിൽ മരിച്ചിട്ടുണ്ട്. 7645 പേർക്ക് 2023 കണക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. 9892 അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഡ്രൈവർമാരുടെ അശ്രദ്ധ മാത്രം കൊണ്ടുണ്ടായ അപകടങ്ങളല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദേശീയപാത നിർമ്മാണത്തിലെ പാകപ്പിഴകൾ പലയിടങ്ങളിലും അപകടത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് നിതിൻ ഗഡ്കരി തന്നെ സംബന്ധിച്ച കാര്യമാണ്. ഇതെന്ത്, എനിക്ക് ഈ വാദം തന്നെ മനസ്സിലായില്ല. 983 ആളുകൾ ദേശീയപാതയിൽ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ റോഡ് ആക്സിഡന്റിൽ മരിച്ചിട്ടുള്ളതാണ്. ദേശീയപാത തകർന്ന് മരിച്ചിട്ടുള്ളതല്ല അവരൊന്നും ദേശീയപാതയിലൂടെ നിർമ്മാണത്തിലെ പാകപ്പിഴകൾ കാരണം കൂടിയാണ് പല അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത്.
കൂടിയാണ് എന്ന് പറഞ്ഞാൽ എത്ര മരണങ്ങളാണ് അങ്ങനെ ഈ പറയുന്ന ദേശീയപാതയുടെ അപാകത കൊണ്ട് ഉണ്ടായിട്ടുള്ളത്? എത്രയാണ് അതിലെ റോഡ് ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ളത്? ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ രണ്ടാമത് റോഡ് ആക്സിഡന്റ് നടക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ രാജ്യം നമ്മുടേതാണ്. ഇവിടെ 140 കോടി ആൾക്കാരുണ്ട്. അത്രയേറെ ആളുകൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 1,46,000 കിലോമീറ്റർ ദേശീയ ഹൈവേ ഇവിടെ ഉണ്ട്. 7,29,000 കിലോമീറ്റർ ഗ്രാമീണ പാതകളുണ്ട്. ഈ പാതകൾ ഇത്രയും നേരം ആളുകൾ വണ്ടികൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ സ്വാഭാവികമായിട്ട് അപകട മരണങ്ങളും ഉണ്ടാവും. ഇത് മുഴുവൻ ദേശീയപാതയുടെ പ്രശ്നമാണെന്ന് പറയുന്ന വാദത്തിന്റെ എനിക്ക് അതിന്റെ ഒരിക്കലും ഇത് മുഴുവൻ അങ്ങനെയാണെന്ന് പറയുന്നില്ല. ഇത് മുഴുവൻ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണെന്നും പറയുന്നില്ല. അത്രേ ഉള്ളൂ. ഇതിനിടയ്ക്കാണ് ഈ കണക്ക് നിൽക്കുന്നത്. മറ്റൊരു കാര്യം നിതിൻ ഗഡ്കരി തന്നെ പറഞ്ഞിട്ടുണ്ട്, DPR സബ് സ്റ്റാൻഡേർഡ് DPRകൾ ആണ് റോഡ് അപകടങ്ങൾക്ക് കാരണം എന്ന പ്രസ്താവന അദ്ദേഹം തന്നെ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് DPRൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെ മുനവച്ചാണ് അത് പറഞ്ഞത്. പക്ഷേ DPRൽ മാറ്റം വരുത്തിയാൽ ആരാണത് പരിശോധിക്കേണ്ടത്? നോക്കൂ, DPRൽ പല സ്ഥലങ്ങളിലും പ്രാദേശികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ കൊണ്ട് മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ട്. ഇത് എല്ലാരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ നമ്മൾ 550 കിലോമീറ്ററാണ് ദേശീയപാത ഉണ്ടാക്കുന്നത്. 65,000 കോടി രൂപ ബജറ്റിൽ 40 പ്രോജക്റ്റുകളായിട്ട് നമ്മൾ 550 കിലോമീറ്റർ ദേശീയപാത എടുക്കുകയാണ്. എത്രയോ ആളുകളുടെ ഭൂമി ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും നമുക്ക് ജനങ്ങളോട് യുദ്ധം ചെയ്തിട്ടോ സംഘർഷം നടത്തിയിട്ടോ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ പാത കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് വാശിയോട് കൂടിയേ നടത്താൻ പറ്റില്ല. പല സ്ഥലങ്ങളിലും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾക്ക് അനുസരിച്ച് DPRൽ മാറ്റം വരുത്തേണ്ടി വന്നിട്ടുണ്ട്. സുരക്ഷ ബലി കഴിക്കണമോ എന്നതാണ് ചോദ്യം. ഇപ്പൊ സുരേഷ് ഗോപി പറഞ്ഞ വിഷയത്തിലേക്ക് വരും. നിങ്ങൾ വയൽക്കിളികളുമായി ബന്ധപ്പെട്ട പ്രശ്നം പറഞ്ഞു. എന്താണ് അത്? ആദ്യത്തെ DPR പ്രകാരമാണെങ്കിൽ അവിടെ തലശ്ശേരി മാർക്കറ്റിലൂടെയാണ് ആ റോഡ് പോയിരുന്നത്. അപ്പൊ ധാരാളം കച്ചവട സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരും. അതെല്ലാം ഒഴിപ്പിക്കേണ്ടി വരും. വലിയ ഭീമനായിട്ടുള്ള നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും സംഘർഷത്തിലായിരുന്നു. അതിനുശേഷം ആ DPR മാറ്റം വരുത്തിയിട്ട് അത് കുറച്ച് ഈ മാർക്കറ്റിന്റെ പടിഞ്ഞാറ് വശത്ത് കൂടിയാക്കി. ആ സമയത്ത് അത് കൃഷിഭൂമി, പാടഭൂമികൾ നശിപ്പിക്കുന്നതുകൊണ്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇത് സംസ്ഥാന സർക്കാരിന്റെ കൂടി നേതൃത്വത്തിൽ ഒരു കോംപ്രമൈസ് മെക്കാനിസം ഒക്കെ ഉണ്ടാക്കി എല്ലാ സ്റ്റേക്കുകളും എല്ലാ പാർട്ടികളെയും വിളിച്ചു വരുത്തിയിട്ടൊക്കെയാണ് അവസാനം എല്ലാവർക്കും സമ്മതമായിട്ടുള്ള ഒരു DPR ഉണ്ടാക്കിയത്. DPRന്റെ അന്തിമമായിട്ടുള്ള അംഗീകാരം കൊടുക്കുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ്. DPRന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ DPRൽ ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ പ്രാദേശികമായിട്ടുള്ള പല കാര്യങ്ങളെയും പരിഗണിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്, ഞാന് 2015 വരെയുള്ള അലൈൻമെന്റ് പ്രകാരമാണെങ്കിൽ എന്റെ വീട് പോകുമായിരുന്നില്ല ദേശീയപാതയിൽ. അല്ല, എന്റെ വീട് പോകുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് എന്തായാലും പോകാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ മരാമത്ത് റെനോവേഷൻസ് ഒന്നും നടത്തിയിരുന്നില്ല. 2015 അലൈൻമെന്റ് മാറ്റിയപ്പോ എന്റെ വീട് പോകുന്നില്ല. എന്റെ വീടിന്റെ മതിന്റെ പുറത്തു കൂടിയാണ് നാഷണൽ ഹൈവേ പോകുന്നതെന്ന് പറഞ്ഞു. ആ വിശ്വാസത്തിൽ ഞങ്ങൾ വീടിന്റെ റെനോവേഷനും പണികളൊക്കെ പൂർത്തീകരിച്ചു. അത്യാവശ്യം വീട് പൊളിച്ച് രണ്ടാമത് നന്നാക്കി പണിതു. 2020 ആയപ്പോഴേക്ക് അലൈൻമെന്റ് വീണ്ടും മാറി. വീടിന്റെ നടുവിലൂടെയാണ് ദേശീയപാത പോകുന്നത്. എന്റെ വീട് ദേശീയപാതയ്ക്ക് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ളതാണ്, കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ചു പൊളിച്ച് കളഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അവിടെ DPR 2-3 തവണ മാറിയിട്ടുണ്ട്. ഇതെല്ലാം നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്രത്തിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല. അവിടെ ആ സ്ഥലത്തുള്ള പ്രാദേശികമായിട്ടുള്ള പല പ്രശ്നങ്ങളും പല സമ്മർദ്ദങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പലതരത്തിലുള്ള അനുരഞ്ജനങ്ങളും ഒക്കെ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇവിടെ ഒരു ബാലൻസ് ആണ് വേണ്ടത്. ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ ഈ വർഷത്തെ ബജറ്റിൽ 2,44,000 കോടി രൂപ നമ്മൾ ദേശീയപാത വികസനത്തിന് വേണ്ടി നീക്കിവെക്കുകയാണ്. എല്ലാ സ്ഥലത്തും എലിവേറ്റഡ് ഹൈവേകൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പ്രായോഗികമായിക്കൊള്ളുന്നില്ല. അതിന്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കേണ്ടി വരും. അതേപോലെ തന്നെ എല്ലാ സമയത്തും ഈ കൃത്യമായിട്ടുള്ള 100% പാരിസ്ഥിതിക മൗലിക നിലപാടിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ചില സ്ഥലത്ത് വികസനം വേഴ്സസ് ഈ പരിസ്ഥിതി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വരുന്ന സ്ഥലത്ത് ചില സമയത്ത് വികസനത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കേണ്ടി വരും. ഇത് ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് എല്ലാവരെയും ടേബിളിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോഴും പാരിസ്ഥിതികമായ പ്രത്യേകതകൾ കണക്കിലെടുക്കണം എന്നുള്ളതിന്റെ വലിയ പാഠമാണ് കൂരിയാടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പാറപ്പുറത്ത് പണിയുന്നത് പോലെ അതല്ലെങ്കിൽ ഉറച്ച നിലത്ത് പണിയുന്നത് പോലെ ഒരിക്കലും പാടത്തിന്റെ മുകളിൽ കൂടി റോഡ് പണിയുമ്പോൾ ചെയ്യരുത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. നമ്മൾ ഈ ഒത്തുതീർപ്പുകളൊക്കെ നടത്തുമ്പോഴും സുരക്ഷ ഒത്തുതീർപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് എന്നാണ് തോന്നുന്നത്. ഏതായാലും ശങ്കുറ്റി ദാസ് വളരെയധികം പശ്ചിമഘട്ടത്തിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ് നമ്മുടേത്. നമ്മൾക്ക് ശരിക്കുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിലയിരുത്തൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ 60% പ്രദേശവും പാരിസ്ഥിതിക ലോല പ്രദേശമാണ്.
എക്കോളജിക്കൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ കേരളത്തിന്റെ 60% പ്രദേശങ്ങളിലും നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റില്ല. പക്ഷേ നമ്മളൊരു വികസന സംസ്ഥാനമാണ്. നമ്മൾ ഈ രാജ്യത്തിനും ലോകത്തിനും ഒപ്പം എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് ഇവിടെ റോഡ് വേണ്ട, അവിടെ നാഷണൽ ഹൈവേ വേണ്ട, എല്ലാവർക്കും 15 മീറ്റർ നീളത്തിലുള്ള റോഡ് തന്നെ മതി എന്ന് നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കില്ല. ഒരിക്കലും പറ്റില്ല. പക്ഷേ സുരക്ഷ ഒത്തുതീർപ്പ് ചെയ്യരുത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്. ശങ്കുറ്റി ദാസ്, വളരെയധികം നന്ദി നമുക്കൊപ്പം ഇത്രയും നേരം സഹകരിച്ചതിന്.